കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ക്രെയിൻ പൊട്ടിവീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു. വടകര സ്വദേശി അക്ഷയ്, അശ്വിൻ എന്നിവരാണ് മരിച്ചത്. ക്രെയിൻ ഉപയോഗിച്ച് തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. സരീഷ് പി കെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. സരീഷ്, എപ്പോഴായിരുന്നു ഈ അപകടം? എന്താണ് അവിടെ സംഭവിച്ചത്? കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ക്രെയിൻ പൊട്ടി വീണുകൊണ്ടാണ് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. അത് വടകര സ്വദേശിയായ അക്ഷയ്ക്കും അശ്വിൻ എന്നിവർ മരിച്ചു എന്നുള്ള വിവരങ്ങൾ വരികയാണ്. സരീഷ് പി കെ ഉണ്ട്. സരീഷ്, എപ്പോഴായിരുന്നു ഈ അപകടം? എന്താണ് ഈ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? 12 മണിയോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ആദ്യ റീച്ച് പൂർത്തിയാക്കിയ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറെ നാളുകളായി തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്ന ജോലി നടന്നു വരികയാണ്. അതിനിടയിലാണ് ഇന്ന് മൊഗ്രാൽ പുത്തൂർ ഭാഗത്ത് ഈ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത്. വശത്ത് ആയതിനാൽ ക്രെയിനിലെ ബക്കറ്റിൽ കയറിയാണ് ഈ തെരുവ് വിളക്കുകൾ ടൈറ്റ് ആക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ വടകര സ്വദേശികളായ അക്ഷയ്, അശ്വിൻ എന്നിവർ ചേർന്ന് ഈ പ്രവൃത്തി നടക്കുന്നതിനിടയിലാണ് ഈ ക്രെയിനോട് ഘടിപ്പിച്ച ബക്കറ്റ് ഭാഗം ഇളകി താഴെ വീഴുകയും അതിലുണ്ടായിരുന്ന 2 പേർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. അക്ഷയിലെ കുമ്പള സഹകരണ ആശുപത്രിയിലേക്കുള്ള വഴിയിലും ഒപ്പം തന്നെ അശ്വിൻ മംഗലാപുരത്തെ ആശുപത്രിയിലാണ് മരിച്ചത്. ഇവർ രണ്ടുപേർക്കും ഗുരുതരമായ പരിക്കുകൾ, തലയ്ക്ക് പരിക്കുണ്ടായിരുന്നു. ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്നത് കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെയാണ് എന്ന് നേരത്തെ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ ഉപയോഗിക്കുന്ന ക്രെയിന്, ബക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. കാരണം 1 മാസം മുൻപാണ് ഈ പ്രവൃത്തി നടക്കുന്നതിനിടെ സമാനമായി ക്രെയിനിന്റെ ബക്കറ്റ് പൊട്ടി വീണ് കാറ് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് ചെർക്കള റീച്ചിലെ മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് അസാം സ്വദേശി റാഖി ബുൽഹക്ക് വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കാതെ അല്ലെങ്കിൽ സുരക്ഷ പാലിക്കാതെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് നേരത്തെ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ വേണം ഈ സംഭവത്തെയും കണക്കാക്കാൻ. എന്തായാലും ഈ അക്ഷയുടെ മൃതദേഹം കുമ്പള സഹകരണ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ അശ്വിന്റെ മൃതദേഹം മംഗലാപുരത്തെ ആശുപത്രിയിലുമാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ശരി സരീഷ്.